ആരോടായിരുന്നു ഇത്രയും നേരം ഫോൺ സംഭാഷണം? അത് എന്റെ ബാംഗ്ലൂരിലുള്ളൊരു സുഹൃത്താ. നമ്മള് തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. എന്നിട്ട് എന്തായി? അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇപ്പോ പ്രതിസന്ധിയിലാണല്ലോ. അതെല്ലാം ഒന്ന് പഴയ രീതിയിലാവണമെങ്കിൽ യുദ്ധം പൂർണ്ണമായിട്ട് നിൽക്കണം. അവസരം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാ യഥാർത്ഥ ബിസിനസ്സുകാരൻ. ഈ ഡൊമസ്റ്റിക് ഹെലികോപ്റ്റർ സർവീസ് ഈ സമയത്ത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു ബിസിനസ് ആണെന്നാ അലക്സ് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുൻ സാർ ഒന്നും പറഞ്ഞില്ല. എന്താ, ഈ ബിസിനസിന് സാധ്യത കുറവാണോ? ഐശ്വര്യ പറഞ്ഞ ബിസിനസ് ഒക്കെ വർക്കൗട്ട് ആവുന്നത് തന്നെയാ. പക്ഷേ KSRTCയുടെ MD വീട്ടില് പ്രൈവറ്റ് ബസ് വാങ്ങിയിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. ഞാനൊരു കമ്പനിയുടെ പൈലറ്റ് ആണെന്ന കാര്യം ഐശ്വര്യ മറന്നു പോകുന്നുണ്ട്. സോറി സർ. ഏയ്, എന്റെ ഭാര്യ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് അമ്മയോട് ആലോചിക്കണം. അർജുൻ സർ, ചിലപ്പോ എന്റെ ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ സ്വാർത്ഥതയോ ആയിരിക്കാം. ഇനി അങ്ങോട്ടുള്ള കമ്പനിയിലെ എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും അർജുൻ സാർ വേണം ഒപ്പിടാൻ. ഇവിടത്തെ പ്രധാന ഫയലുകളൊക്കെ ഈ ഐശ്വര്യലക്ഷ്മി ഒപ്പിടുന്ന നേരം വിദൂരമല്ല.